ഹലോ, വെൽക്കം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു പ്രൊഡ്യൂസറെ കണ്ട് സ്റ്റോറിയെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് പോയതാണ്. പിന്നെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറയാം. അതിനു മുന്നേ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് റിസ്ക് ഒക്കെ എടുത്തിട്ട് ഒരു അപ്ഡേറ്റും ഇല്ലാതെ പോകുന്ന ദിവസങ്ങൾ ഞാനൊരു മോഞ്ചിയ സീരീസ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സിനിമയെ സംബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഗുഡ് ഡേ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കും തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:45 അപ്പോൾ ഏകദേശം സമയത്തിപ്പോഴേക്കും വയറ് നല്ല കിടന്ന് വിശക്കാൻ തുടങ്ങുന്നുണ്ട്. ഉറക്കം കാര്യങ്ങളൊന്നുമില്ല. ഒരുത്തിനത് ഇവിടെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്തെങ്കിലും പതുക്കെ പോയി കഴിക്കാമെന്ന് ഓർത്തു. വാ, പതുക്കെ പൂട്ടാം, കാരണം ഒരാൾ ഉറങ്ങുകയാണ്. നമ്മൾ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളിപ്പോൾ പോകണം കണ്ടെന്നറിയോ? ഏത് സമയത്തും പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഇത് കൊച്ചിയാണ് മക്കളെ, എപ്പോഴും ഏത് ഷോണായി നിൽക്കുന്നൊരു നഗരം. കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നൊരു വെറൈറ്റി സ്ഥലമാണ്. കൊച്ചിയിലുള്ള കുറേ ആളുകൾക്ക് അത് അറിയുന്നുണ്ടാവും, ഇല്ലാത്തവർക്ക് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സമൃദ്ധി. കൊച്ചിയിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് അറിയാം കേട്ടോ. അതായത് ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ പൈസ ഉള്ളപ്പോൾ പൈസ ഉള്ള പോലെയും ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെയും കഴിക്കാൻ പറ്റിയൊരു സ്ഥലം. അതായത് പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. 20 രൂപയുടെ ചോറ് മുതൽ റോസ്റ്റഡ് ചിക്കൻ വരെ കിട്ടുന്ന സ്ഥലമാണിത്. ഇത് കണ്ടോ, ഇതെല്ലാം ഇപ്പോൾ നിലവിലുള്ള ഫുഡിൻ്റെ മെനൂസാണ്. ചൈനീസ് ഫുഡുണ്ട്, അറബിക് ഉണ്ട്, എല്ലാ ടൈപ്പ് ഫുഡുകളും ഓൾമോസ്റ്റ് ഇവിടെ കിട്ടും കേട്ടോ. ഓക്കെ, ഇതാണ് കൗണ്ടർ. ഈ കൗണ്ടറിൽ വേണം നമ്മൾ വേണ്ട ഫുഡ് പറഞ്ഞിട്ട് ബില്ലടിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ക്യാഷോ ഗൂഗിൾ പേയോ രണ്ടും കൂടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ക്യാഷാണ് എടുത്തിട്ടുള്ളത്. കൊടുക്കുക, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറയാം. ഞാനിപ്പോൾ രാവിലെ മിൽക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൾ ബില്ലടിക്കുന്നുണ്ട്. സമൃദ്ധി ശരിക്കും 24 ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ ആളുകൾ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബില്ല് കിട്ടിയിട്ടുണ്ട്. 50 രൂപയാണ് ആക്ച്വലി ഇവിടെ അവൽ മിൽക്കിന്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് അപ്പുറത്താണ് ജ്യൂസ് കൗണ്ടറിൽ തന്നെയാണ് അവൽ മിൽക്കെല്ലാം അവരുണ്ടാക്കി തരുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കാം. അവൽ മിൽക്ക് ഇല്ല എന്നാണ് അവൻ പറയുന്നത്. ആക്ച്വലി തീർന്നു പോയതാണ്. വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും വേറെ ഒന്നും കഴിക്കാനുള്ള മൂഡില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. ബില്ലൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് അപ്പുറത്ത് അത്യാവശ്യം പഴംപൊരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ പഴംപൊരി മേടിക്കാം. അപ്പോൾ എന്തായാലും ബില്ലടിച്ച് കിട്ടിയിട്ടുണ്ട്. ബാക്കി 40 രൂപ നമുക്ക് തിരിച്ചു തന്നു. പഴംപൊരിക്ക് 10 രൂപ വേണം. പിന്നെ നമുക്കിവിടെ ചൂട് പഴംപൊരി കേട്ടോ, അത്യാവശ്യം കൊള്ളാം. അത്യാവശ്യം വലുപ്പമുണ്ട്, കഴിച്ച് കഴിഞ്ഞാൽ വിശപ്പ് മാറും. പിന്നെ നമുക്കിവിടെ ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ട്, ശരിക്കും ഇവിടെ വരുന്ന സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര സുഖമാണ് കേട്ടോ. ചെറിയ പൈസക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാം. ഓക്കെ, അപ്പോൾ ചേച്ചി നമുക്കുള്ള പഴംപൊരി എടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആൾ തന്നെയാണ് ആക്ച്വലി ഇപ്പോൾ ചായ അടിക്കുക കേട്ടോ. പഴംപൊരി കുഴപ്പമില്ല, ചെറിയ ചൂടുണ്ട്. ഓക്കെ, നല്ല പഴംപൊരിയാണ്. സത്യത്തിൽ അവൽ മിൽക്ക് കഴിക്കാനുള്ള ഒരു പ്ലാനിലാണ് വന്നത്, പക്ഷെ കുഴപ്പമില്ല, ഇപ്പോൾ തൽക്കാലത്തിന് ഇത് കഴിക്കാം. അപ്പോൾ ഇത് ശരിക്കും കൊച്ചിൻ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ സമൃദ്ധി. ഒരുപാട് നല്ല ഫുഡ് കാര്യങ്ങളുള്ള സ്ഥലം കൂടെയാണ്. പിന്നെ ഇപ്പോൾ ആക്ച്വലി ഈ ഒരു മിഡ് നൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ കുറച്ച് ക്രൗഡ് കമ്മിയായിട്ട് തോന്നുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഭയങ്കര ക്രൗഡാണ്. ഒരുപാട് ആളുകൾ വരും ഭക്ഷണം കഴിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സമൃദ്ധി വിട്ട് പോവാണ് ഇനി നേരെ റൂമിലേക്ക്. ഇവിടെ ശരിക്കും ഈ ഒരു സമയത്ത് സമൃദ്ധിയൊക്കെ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. കുറേ ആളുകൾക്ക് ഉപകാരമാണ്. കുറേ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് 20 രൂപയ്ക്ക് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫുഡാണ്. നല്ല സാമ്പാറുണ്ടാവും, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാവും, അച്ചാറുണ്ടാവും, പപ്പടം ഉണ്ടാവും. ഇതാണ് ആക്ച്വലി സമൃദ്ധിയിലത്തെ 20 രൂപയുടെ ചോറ് എന്ന് പറയുന്നത്. ശരിക്കും ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ചെയ്യുന്ന ഫുഡാണ്. അത് നല്ലൊരു കാര്യം കൂടെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതായത് 20 രൂപയുടെ ചോറ് മുതൽ 1000 രൂപയുടെ ഫുഡ് വരെ കിട്ടുന്നൊരു സ്ഥലമാണത്. അതായത് അൽഫാമുണ്ട്, ബർഗറുണ്ട്, പിന്നെന്താ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ആക്ച്വലി സമൃദ്ധി. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്തു, സത്യം പറഞ്ഞാൽ ഉറക്കം ഭയങ്കര കുറവാണ്. ഉറക്കം എന്ന് പറഞ്ഞപ്പോൾ മിക്ക ദിവസങ്ങളിലും ഉറക്കം പുലർച്ചെ ഒരു 4 മണി 5 മണി സമയത്താണ് കിടന്ന് ഉറങ്ങാറ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സിനെ കണ്ടു, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ നല്ല രീതിയിൽ. അപ്പോൾ ഇപ്പോൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി
4 പ്രൊജക്റ്റോളം ലിസ്റ്റിലുണ്ടെന്ന് ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ ഷൂട്ട് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് അവർ കറക്റ്റ് ഡിസ്കസ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഞാനോടത്ത് പിന്നെ എന്തെങ്കിലും കുറച്ച് സമയം നമുക്കുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് നാട്ടിൽ പോയിട്ട് വരാം, മൈൻഡൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് വരാമെന്നുള്ളൊരു മൈൻഡാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ്. സോ നാളെ എന്തെങ്കിലും നാട്ടിൽ പോവാം. നാട്ടിൽ പോയിട്ട് അവിടെ ഒരാളുണ്ട് കേട്ടോ, ഒരു സ്പെഷ്യൽ പേഴ്സൺ. ആളുടെ ചിരി കേട്ടാൽ മതി, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നാട്ടിൽ പോകണം. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നാളെ കാണാം. ഓക്കെ.